പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അങ്ങ് ചെസ്സിലൊരു വലിയ പ്രതിഭയായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ്? നാട്ടിലെ ചാമ്പ്യൻ 3 times. ചെസ്സ് ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചു, 1ാം ക്ലാസ്സിലേ പഠിച്ചു. അടുത്ത വീട്ടിലെ കുട്ടികളോട് കളിക്കുക, അങ്ങനെ കളിച്ച് പോയി. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്റ്റേറ്റ് സബ് ജൂനിയർ ചാമ്പ്യനായി. ജില്ലയിലെ സമ്മതിച്ചിരിക്കുന്നു. കേരളത്തിൽ 40 കുട്ടികളോട് ഒരുമിച്ച് ചെസ് കളിക്കാൻ തീരുമാനിച്ചു. വിശ്വനാഥാനന്ദ്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? വിശ്വനാഥാനന്ദ് കേരളത്തിൽ 40 കുട്ടികളോട് ഒരുമിച്ച് ചെസ് കളിക്കാൻ തീരുമാനിച്ചു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അതിൽ സെലക്ഷൻ കിട്ടി. ഓ, അങ്ങനെ ഞങ്ങൾ 40 ആളെ ഇങ്ങനെ ചുറ്റും ഇരുത്തി. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം എൻ്റെ ഓർമ്മ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അപ്പം എൻ്റെ ഒരു ചങ്ങായിണ്ട്, ക്ലിൻഡൺ പി നെറ്റോ. അപ്പോൾ ഞാൻ 6-ലും 10-ലും. വിടേണ്ട സാർ, ഇവനാളൊരു സകല എന്തോടാ വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ക്ലിൻഡൺ പി നെറ്റോ ആനന്ദിനെ തോപ്പിച്ചു ഈ കളിയിൽ. ആ കാലത്ത് നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ ആനന്ദിനെ ഒരു കുട്ടി തോപ്പിക്കാറുണ്ട്. ഭയങ്കര സംഗതി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അന്ന് ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്.